ഒരു വ്യക്തിക്ക് അതായത് തനിയെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കരിയർ സെൽഫ് മെയ്ഡ് വുമൺ എന്ന് പറയാൻ പറ്റുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നയൻതാരയ്ക്ക് പാർവതി നിലപാടുകളുടെ രാജകുമാരി എന്ന് മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു നടിയാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടും അവരുടെ കൂടെ നിൽക്കും എന്ന് സ്ത്രീകൾക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്ന ഒരു നടിയാണ് പാർവതി. എനിക്ക് പാർവതിയുടെ അഭിനയമൊക്കെ വളരെ ഇഷ്ടമാണ്. കാരണം എന്നും നിന്റെ മൊയ്തീൻ, അതുപോലെ ടേക്ക് ഓഫ് എന്നൊക്കെ പറയുന്ന സിനിമയിലെ എന്ത് അതുല്യമായ അഭിനയമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത് അല്ലേ. നടി എന്ന നിലയിൽ, അഭിനേത്രി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നടി തന്നെയാണ്. പക്ഷെ പലപ്പോഴും ചില നിലപാടുകൾ ഇരട്ടത്താപ്പാകുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. എല്ലാ നിലപാടിനോടും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പലപ്പോഴും പല രീതിയിൽ തുറന്നു കാണിച്ചിട്ടുമുണ്ട്. അപ്പം സ്ത്രീകളുടെ പ്രശ്നത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു നടിയാണ് പാർവതി എന്ന് പറയുന്ന വ്യക്തി. അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വാർത്താ പ്രാധാന്യമുള്ള കാര്യത്തിന് മാത്രമേ ഉള്ളൂ സ്ത്രീകളുടെ കൂടെ ഒപ്പം നിൽക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ആ ശക്തിയെ കണ്ടിട്ടുമില്ല. അതാണ് ഈ പാർവതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ നയൻതാരയുമായി ബന്ധപ്പെട്ടൊരു വിവാദപരമായൊരു ധനുഷുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലെല്ലാം ചൂട് പിടിച്ച വാർത്തകളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മാധ്യമങ്ങൾ പാർവതിയോട് കാര്യം ചോദിച്ചു. പാർവതി അതിന് കൊടുത്ത മറുപടിയാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. പാർവതി എന്താണ് അതിന് മറുപടി പറഞ്ഞത് എന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതല്ലേ ശരി. ആദ്യമേ പാർവതി എന്താ പറഞ്ഞതെന്ന് കേൾക്കാം. ഇറ്റ്സ് ഒരു ലോങ് ഡ്യൂ പ്രോസസ് ഒന്നും ആയിരുന്നില്ല. ഐ സോ ഹർ പോസ്റ്റ് ആൻഡ് ഐ തിങ്ക് ഇമ്മീഡിയറ്റ്ലി ഐ ഫെൽറ്റ് ലൈക്ക് ഷെയറിങ് ഇറ്റ് ബിക്കോസ് ഒരു വ്യക്തിക്ക് അതായത് തനിയെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കരിയർ സെൽഫ് മെയ്ഡ് വുമൺ എന്ന് പറയാൻ പറ്റുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നയൻതാരയ്ക്ക് ഇങ്ങനെയൊരു 3 പേജ് ഓപ്പൺ ലെറ്റർ എഴുതേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഐ നോ ഹർ, ബട്ട് നമ്മളെല്ലാവർക്കും അറിയാം ഷീ ഈസ് നോട്ട് സമ്മൺ ഹു ഗിവ്സ് ഇൻ്റർവ്യൂസ്. അങ്ങനെ വെറുതെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയില്ല. സോ ഇഫ് സംബഡി ഈസ് റിട്ടൺ 3 പേജിൽ അവർ അണ്ടർഗോ ചെയ്ത വിഷമങ്ങൾ എന്താണ്, അതുകൊണ്ടാണല്ലോ അതിന് ഓപ്പൺ ലെറ്റർ എന്ന് പറയുന്നത്. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഷീ വിൽ ഡൂ എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ഫെൽറ്റ് ലൈക്ക് ഐ നീഡ് ടു സപ്പോർട്ട് ഹർ. ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ സെൽഫ് മെയ്ഡ് വുമൺ, എന്താ വുമൺ സ്ത്രീകൾക്ക് മാത്രമേ സെൽഫ് മെയ്ഡ് ആകാൻ പറ്റത്തുള്ളൂ എന്നൊരു സംശയം എനിക്ക് ഉയർന്നു വന്നു. ഏതായാലും അത് പോട്ടെ. ഏതായാലും ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര എന്ന് സ്വയം നയൻതാരയെ വിശേഷിപ്പിച്ച് കോളുന്നൊരു കൊല്ലുകയാണ് ഈ നടി. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയോ, ഈ പാർവതിക്ക് നയൻതാരയോടുള്ള താരാരാധന മൂത്ത് പ്രാന്തായതാണോ എന്നെനിക്ക് തോന്നിപ്പോയി. ഈ നയൻതാരയെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിശേഷിപ്പിച്ചോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം മനുഷ്യരൊക്കെ എന്താ ഇങ്ങനെ, പാർവതിയെപ്പോലുള്ളൊരു വ്യക്തി എന്തിനിങ്ങനെ പെരുമാറുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പാർവതിയെ പോലുള്ളൊരു വ്യക്തി നയൻതാരയോട് ഇത്തിരി അമിതമായ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിശേഷിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, അത് പറയുമ്പം തന്നെ മുഖത്തെ ആ സന്തോഷമൊക്കെ കണ്ടോ, അതാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത് കേട്ടോ. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. ഈ പാർവതി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അന്ന് പറഞ്ഞ കാര്യമാണ് ഈ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നവരെ ഈ താരാരാധന മൂത്ത് പ്രാന്താകുന്നതാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കും, എന്നിട്ട് എന്നെ വിമർശിക്കാൻ വാ. Superstardom doesn't give anything to anybody. What's your take on this term superstar? I don't understand it. അതുകൊണ്ട് ഇപ്പോൾ ആർക്കാണ് ഇവിടെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുള്ളത് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് എ സൂപ്പർ സ്റ്റാർ മീൻസ്. ഇഫ് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ഇൻഫ്ലുവൻസ് ആണോ ഉദ്ദേശിക്കുന്നത്, ഇമേജ് ആണോ, താരാരാധന മൂത്ത് ഭ്രാന്താവുന്ന ആൾക്കാർ ഇടുന്നതാണോ എനിക്കറിയില്ല. പക്ഷേ എന്നെ ഇഫ് കോൾ മീ ലൈക്ക് സൂപ്പർ ആക്ടർ ഐ വിൽ ബി ഹാപ്പി ബിക്കോസ് യു നോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സ്റ്റാർ. ഐ മെൻഷൻ 3 സൂപ്പർ ആക്ടർ. ഞാൻ പറഞ്ഞ സത്യമല്ലേ. അപ്പം ഇതെല്ലാം തന്നെ പാർവതി എന്ന വ്യക്തിക്ക് തന്നെ വാദമാണ് അല്ലേ. ആരാധന മൂത്ത് പ്രാന്തായി എന്ന് സ്വയം പറഞ്ഞതിന് വലിയ. അപ്പം ഞാൻ പറയുന്നത്
ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാം, ഈ പുരുഷന്മാരൊന്നും സൂപ്പർ സ്റ്റാർ ആകാൻ പാടില്ല എന്നുള്ള ഒരു സങ്കുചിതമായ ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പം നിലപാടിൽ ഇരട്ടത്താപ്പാണ് ഈ വ്യക്തിയുടെ മുഖമുദ്രയായിട്ട് എനിക്ക് തോന്നിയത്. സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഒരു അവതാരം പോലെ അവതരിക്കുന്നു. അത് വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ചേച്ചിയുടെ നിലപാടുകൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ബാക്കി പല വിഷയങ്ങളുണ്ട്, പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങൾ. ഇപ്പം WCC എന്ന് പറയുന്ന സംഘടനയിൽ സ്ത്രീകളുടെ ചില പ്രശ്നങ്ങൾ അവർ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിൽ അംഗമായൊരു പലരും അതുമായിട്ടൊന്നും ബന്ധപ്പെട്ട് ചേച്ചിയുടെ യാതൊരു നിലപാടും വന്നിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കിട്ടുന്ന കാര്യങ്ങളിലെല്ലാം വ്യക്തമായ നിലപാടും, അതും പ്രതിസ്ഥാനത്ത് പുരുഷനാണെങ്കിൽ ചേച്ചിയുടെ ശബ്ദം അങ്ങ് ഉയരും. അതാണിപ്പം കണ്ടുവരുന്നത്. അത്രയ്ക്ക് ദേഷ്യമാണ്. എല്ലാ പുരുഷന്മാരോടും ഇല്ല കേട്ടോ, ചിലവരോട്. ഇത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ചിലവരോട് പ്രത്യേക ഒരു ദേഷ്യം. ഈ ദേഷ്യം പല രീതിയിൽ നമുക്ക് തോന്നാം. കാരണം അവൻ എന്നേക്കാൾ നന്നായി ഇരിക്കുന്ന കണ്ടു കഴിയുമ്പോൾ ഒരു അസൂയയിൽ നിന്ന് നമുക്ക് ചിലരോട് ദേഷ്യം തോന്നാം അല്ലേ. അവളോ അവനോ നന്നായിരിക്കുമ്പോൾ എനിക്ക് തോന്നാം അല്ലേ. അത് ചിലപ്പോൾ നമ്മളുടെ വാക്കുകളിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാം. അങ്ങനെ ഉണ്ടാകാം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. എന്താണെന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പം നിലപാട് മാറി കാണുമായിരിക്കാം. അതോ അന്ന് ചോദിച്ച ചോദ്യത്തിനകത്ത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് പുരുഷനായതുകൊണ്ടാണ്. മോഹൻലാലിനെ മമ്മൂട്ടി അല്ലെങ്കിൽ ബാക്കിയുള്ള നടന്മാരെയൊന്നും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കേണ്ട കാര്യമില്ല, അഭിനയമാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ വ്യക്തി തന്നെ ഇപ്പം ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ കാര്യം വന്നപ്പം ആദ്യത്തെ നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് വേറൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും യാതൊരു അന്തരവുമില്ലെന്ന് നമ്മുടെ ഒരു സംവിധായകൻ ഉണ്ടല്ലോ, മൈ സ്റ്റോറി എന്ന് റോഷ്നി ദിനകർ, മൈ സ്റ്റോറി എന്ന ചിത്രത്തിൻ്റെ സംവിധായക ഒരു സ്ത്രീയായിരുന്നു. അവർ തന്നെയാണ് ആ പടം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാർവതിയുടെ കാര്യം അതിനകത്ത് വ്യക്തമായി പറയും. പാർവതിയുടെയും പൃഥ്വിരാജിൻ്റെയും കാര്യം അതിനകത്ത് അവരൊരു ഇൻ്റർവ്യൂ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യാതൊരുവിധ പിന്തുണയും ആ പടവുമായി ബന്ധപ്പെട്ട ഒരു പിന്തുണയും അവർ കൊടുത്തിട്ടില്ല. പലപ്പോഴും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോലും ഇവർ പങ്കെടുത്തിട്ടില്ല. ആ പടം ഒരു പ്രാവശ്യം പോലും കാണാൻ പോലും ഈ പാർവതി മെനക്കെട്ടിട്ടില്ല എന്നാണ് റോഷ്നി ദിനകർ അന്ന് ആ ഇൻ്റർവ്യൂ വ്യക്തമായി പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായി. അപ്പം തനിക്ക് താല്പര്യം, സ്ത്രീകളുടെ എല്ലാ പ്രശ്നത്തിലും ഇടപെടത്തില്ല, തനിക്ക് താല്പര്യമുള്ള ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം കിട്ടേണ്ട ചില സ്ത്രീകളുടെ പ്രശ്നം ഒക്കെയാണ് ഞാൻ ഇടപെടുന്നത് എന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നിലപാടുകൾ, വ്യക്തമായ നിലപാടുകളില്ല. പക്ഷെ എന്നിട്ടും അറിയപ്പെടുന്നത് സിനിമയിലെ നിലപാടുകളുടെ രാജകുമാരി എന്നാണ് അറിയപ്പെടുന്നത്. ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നതല്ലേ. അപ്പം പാർവതി ആരാധകരൊക്കെ ക്ഷമിക്കുക, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. പാർവതി എന്ന് പറയുന്ന വ്യക്തി, അതുകൊണ്ട് എനിക്ക് അഭിനയത്തിൻ്റെ കാര്യത്തിലൊന്നും ദേഷ്യമൊന്നുമില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടി തന്നെയാണ്. പക്ഷേ നിലപാടുകൾ അത് കൃത്യമായിരിക്കണം, അത് വ്യക്തമായിരിക്കണം. അത് ഈ ചില സാഹചര്യത്തിനനുസരിച്ച് മാറ്റി ചിന്തിക്കുന്നതാവരുത് എന്ന് മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.